കർത്താവിൻ്റെ മഹത്വമുള്ള തിരുനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. നാം ദൈവവചനം ധ്യാനിക്കുന്ന ഈ പ്രത്യേക നിമിഷത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. വചനപ്രഭാതം എന്ന ഈ പേരിൽ പ്രഭാതത്തിൽ തന്നെ തിരുവെഴുത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ വരുന്നത് എത്രയോ ഭാഗ്യം. 119 സങ്കീർത്തനം 138 വചനം. കർത്താവെ, അങ്ങ് നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ അങ്ങയുടെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. The laws you have made are fair. They can be completely trusted. അവിടുന്ന് നടപ്പാക്കിയ നിയമവ്യവസ്ഥകൾ നീതിയുള്ളവ, അവ പൂർണ്ണമായും വിശ്വാസയോഗ്യമാകുന്നു. പല തർജ്ജിമകൾ വായിക്കുന്നത് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അങ്ങ് നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടി അങ്ങയുടെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ഇത് വചനത്തോടുള്ള നമ്മുടെ ബഹുമാനത്തെയും വിശ്വാസത്തെയും ബോധ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ദാവീദ് പറയുന്നു, പിതാവേ, അങ്ങയുടെ വചനം അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, പുറത്തിറക്കിയിരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എത്രമാത്രം ഗൗരവത്തോടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അങ്ങ് നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ. ഇത് നമുക്കൊന്ന് പരമാർത്ഥതയോടെ നോക്കാം. ഒന്നുകൂടെ പറയാം. നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ. നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ. ഒരു കാറ് പുറത്തിറക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനീയർ എത്ര ശ്രദ്ധ അതിന് കൊടുക്കണം. കാരണം അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. 2 കോടി രൂപ 5 കോടി രൂപ കൊടുത്ത് വില കൂടിയ കാർ വാങ്ങുന്നയാള് എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാമല്ലോ. ഇടിച്ചാലും മറിഞ്ഞാലും യാത്രക്കാർക്കൊന്നും ഭവിക്കരുത്. അപ്പൊ അതിൻ്റെ എയർ ബാഗൊക്കെ എത്ര പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണം. ആ വിഷയത്തിലൊന്നും ഞാൻ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പെർഫെക്ഷൻ വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ വിമാനയാത്രയോ? ഒരു വിമാനം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എത്രമാത്രം അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം, കൃത്യത ഉറപ്പുവരുത്തണം. ഞങ്ങളൊക്കെ ഒരുവിധം യാത്ര ചെയ്യുന്നവരാണ്. ഒരു ദിവസം തന്നെ ഒരിടത്തുനിന്ന് കയറി ഒരിടത്തിറങ്ങി, അവിടുന്ന് കയറി വേറൊരിടത്തിറങ്ങി, അവിടുന്ന് കയറി മറ്റൊരിടത്തിറങ്ങുമ്പോൾ 3 പ്ലെയിനേൽ ചെറിയ യാത്രയാണ്. ഇപ്പോൾ പണ്ട് തീവണ്ടിയെ പോയിടത്തൊക്കെ ഇപ്പോൾ വിമാനത്തെ പോകുന്നു. ഈ 3 യാത്രയിലും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ബാഗ് മുഴുവൻ പരിശോധിക്കണം, ചെരുപ്പ് മുഴുവൻ അഴിപ്പിക്കണം, ബെൽറ്റ് ഊരണം, പോക്കറ്റ് മുഴുവൻ പരിശോധിക്കണം, ബാഗ് മുഴുവൻ പരിശോധിക്കണം. അതും കഴിഞ്ഞ് വണ്ടിയെ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഒരു ലേഡി വന്നിട്ട് ഓക്സിജൻ മാസ്ക് എങ്ങനെയാ പിടിപ്പിക്കുന്നതെന്ന് പറയുക. പിന്നെ ലൈഫ് ബെൽറ്റ് എങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് പറയുക. ഈ വെള്ളത്തിലെങ്ങാനും വീണാൽ അതിൻ്റെ വിവരണങ്ങൾ കേട്ട് 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 മടുത്തു. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം കേൾക്കുന്നുണ്ട്. എന്താ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? കൃത്യത. നോക്കൂ ഈ വചനം. അങ്ങ് നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ. The laws you have made are fair. They can be completely
കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിമാനത്തെ കയറുമ്പോൾ അതിനെ വിശ്വസിക്കാം. പക്ഷെ നമുക്ക് ഭയമാണ്, പലർക്കും ഭയമാണ്. ഞാൻ എവിടെയോ വായിച്ചു, കൃത്യമായി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടത്, ഏറ്റവും അപകട സാധ്യത കൂടുതലുള്ള വാഹനം ഓട്ടോറിക്ഷയാണ്. മോട്ടോർ ബൈക്കും ഓട്ടോറിക്ഷയുമാണ്. ഏറ്റവും അപകട സാധ്യത കുറവുള്ള വാഹനം വിമാനമാണ്. വിമാന അപകടം വളരെ കുറച്ചേ ഉള്ളൂ. മോട്ടോർ സൈക്കിൾ അപകടം ഒരു ദിവസത്തിൽ എത്ര എണ്ണം, ഓട്ടോറിക്ഷ മറിഞ്ഞുള്ള മരണം എത്ര എണ്ണം, വിമാനം ആണ്ടിൽ ഒരെണ്ണമല്ലേ അപകടമുള്ളൂ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ പുസ്തകത്തെ എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. അങ്ങ് നീതിയോടും അത്യന്തം വിശ്വസ്തയോടും കൂടെ അവിടുത്തെ വചനത്തെ കൽപ്പിച്ച് തന്നിരിക്കുന്നു. സ്തോത്രം. അതേ ഗൗരവത്തിൽ വിശ്വസിപ്പാൻ കൃപ നൽകട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.